ഇന്ത്യ മുഴുവൻ ഭരിച്ച ഒരു ഹിന്ദു രാജാവില്ല, ഇന്ന് വരെ ഇല്ല. ബുദ്ധിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, ഇസ്ലാം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യ മുഴുവൻ ഭരിച്ച ഒരു ഹിന്ദു രാജാവില്ല. ആരാ ഇന്ത്യ വിറ്റേ? ഈ സംഘികളുടെ കാരണന്മാർ വിറ്റാണ് ഈ രാജ്യത്തെ. 1947 ഡിവൈഡ് ആൻഡ് റൂളിൽ ഈ രാജ്യത്തെ ഹിന്ദു രാജ്യമെന്നും ഇസ്ലാമിക രാജ്യമെന്നും പറഞ്ഞാണ് രണ്ടായി വെട്ടിമുറിച്ചത്. പിന്നെ ഹിന്ദുക്കൾ മണ്ടന്മാരായതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് 1976 സെക്യുലർ എന്ന പദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പിന്നെ ഇന്ത്യ മുഴുവൻ ഭരിച്ച ഹിന്ദു രാജാക്കന്മാർ ആരാണെന്ന് നീ ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആങ്കർക്ക് വിവരമില്ലാത്തതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. മൗര്യ സാമ്രാജ്യം ഭരിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ, അശോക ചക്രവർത്തി, ഗുപ്ത സാമ്രാജ്യം ഭരിച്ച കൃഷ്ണദേവരായ, ചോള സാമ്രാജ്യം ഭരിച്ച രാജരാജ ചോളൻ ഒന്നാമൻ, ഇങ്ങനെ നീളും രാജാക്കന്മാരുടെ പേരുകളുടെ കണക്ക്. നിനക്ക് വിവരമില്ലാത്തതും തൊട്ട് മുമ്പിലിരിക്കുന്ന ആങ്കർക്ക് വിവരമില്ലായ്മ കൊണ്ടും പ്രശ്നമില്ല. ആരാ ഇന്ത്യ വിറ്റത്? നിന്റെ തന്തയോ? വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വരുന്നത് മാത്രമാണ് ചരിത്രം എന്ന് വിചാരിക്കുന്ന ഇതുപോലെ കുറെ മരപ്പാഴുകളല്ല ഇപ്പോഴും ഉണ്ട്. മനസ്സിലാക്കുക, ബ്രിട്ടീഷ് എംപയർ അല്ലാതെ ഇന്ത്യ പൂർണ്ണമായിട്ടും ഭരിച്ച ഒരു എംപയർ പോലും, ഒരു സാമ്രാജ്യം പോലും ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഒരു രാജാവും ഉണ്ടായിട്ടില്ല. തലയ്ക്ക് വെളിവില്ലാതെ ഇതുപോലെ ഓരോന്ന് വന്നിരുന്ന് പറയാൻ ഇവന്മാർക്ക് യാതൊരു ഉളുപ്പുമില്ല. മനസ്സിലാക്കുക, നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവര്. ചരിത്രത്തെ കുഴിച്ചു മൂടുകയാണ് ഇവര്. മറാഠ, ഗുപ്ത, മൗര്യ, മുഗൾ, ചേരമാന്മാര് ഭരിച്ചപ്പോ എവിടെയായിരുന്നു ഇന്ത്യ മൊത്തമായിട്ട് ഭരിച്ചത്? ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു കയറി വന്ന് അവരുടെ അപ്രമാദിത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ ഹിന്ദു മതം ഉണ്ടാക്കിയതും അതിനകത്ത് 15,000 ജാതി ഉണ്ടാക്കിയതും. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സാമ്രാജ്യങ്ങൾ പോലും കേരളവും തമിഴ്നാടും അടക്കമുള്ള ഇന്ത്യ അടക്കി ഭരിച്ചിട്ടില്ല. അതിപ്പോ ഹിന്ദു എന്നല്ല, മുസ്ലിം എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, ആകെ ഭരിച്ചത് ഈ പറയുന്ന ഇന്ത്യക്ക് ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്ത്യക്ക് മുമ്പായിട്ട് ബ്രിട്ടീഷ് എംപയർ മാത്രമാണ് ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഭരിച്ചിട്ടുള്ളത്. നിനക്കൊക്കെ തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും പോയി കിടക്കുക. വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്, അവരെ തെറ്റിദ്ധരിപ്പിക്കല്. മൗര്യ സാമ്രാജ്യം ഭരിച്ച ചന്ദ്രഗുപ്തൻ, എടാ വെളിവില്ലാത്തവനെ, ആ മാപ്പെങ്കിലും എടുത്ത് നിനക്കൊക്കെ ഒന്നും നോക്കാൻ പാടില്ലേ? നോർത്തിലെ ഹിന്ദുക്കളുടെ പിച്ചും പേയൊന്നും നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കില്ല. അതിന്റെ കാരണം എന്നാണ്? ഇത് രണ്ടും രണ്ട് ഭരണമായിരുന്നു. നോർത്ത് ഇന്ത്യ ഭരിച്ച ഒരു രാജാക്കന്മാരും ഒരു എംപയറും ഈ പറഞ്ഞ തമിഴ്നാടോ കേരളോ പൂർണ്ണമായിട്ടും ഇന്ന് വരെ ഭരിച്ചിട്ടില്ല. മനസ്സിലാക്കണം, ശിവജിയൊക്കെ എന്നാണ് കേരളത്തിൽ വന്ന് ഭരിച്ചിട്ടുള്ളത്, തമിഴ്നാട്ടിൽ വന്ന് ഭരിച്ചിട്ടുള്ളത്? വെളിവില്ല, ബോധമില്ല. ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് മതതീവ്രവാദവും വേർതിരിവും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെളിവില്ലാത്ത ജന്മങ്ങൾ വായി തോന്നിയ തോന്നിവാസെല്ലാം വിളിച്ചു പറയണം. പിന്നെ ഇന്ത്യയെ വിറ്റതാരാണെന്ന് നിന്റെയൊക്കെ പൂർവികരോട് ചോദിച്ചാലറിയാം. ബ്രിട്ടനും ഫ്രാൻസിനും വന്ന് നിരങ്ങാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ വിട്ടുകൊടുത്തത്, നമ്മുടെ രാജ്യത്തെ വിറ്റ് പുട്ടടിച്ച് പള്ള വീർപ്പിച്ചത് ഇവന്മാരെയൊക്കെ പൂർവികരാണ്. അന്നത്തെ ഇവന്മാരെയൊക്കെ പൂർവികരായ ഉന്നത കുലന്മാരായ രാജാക്കന്മാര് കൊണ്ടുപോയി അടിയറവ് വെച്ചതാണ് ബ്രിട്ടന്റെ കാൽച്ചോട്ടില് ഇന്ത്യയെ. അമേരിക്കയുടെ കാൽച്ചോട്ടി കൊണ്ടുപോയി മോദി ഇന്ത്യയെ വിറ്റോലെ. ഇവിടത്തെ ചാണകം തീനികള് കേരളത്തെ നോർത്ത് ഇന്ത്യക്കാരുടെ കാൽച്ചോട്ടി കൊണ്ടുപോയി അടിയറവ് വെച്ചോലെ. നമ്മുടെ റിസോഴ്സും നമ്മുടെ നികുതി വരുമാനവും എല്ലാം മോദിയുടെ പള്ള വീർപ്പിക്കാൻ ഇട്ടുകൊടുക്കും പോലെ. നീയൊക്കെ സ്വന്തം നാട്ടിൽ ഓരോ അമ്മമാരെയും വിറ്റ് ജീവിക്കും പോലെ, അവരെയൊക്കെ കൊലയ്ക്ക് കൊടുത്ത പോലെ. മതം എന്ന ഒറ്റ കാരണം കൊണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ വയറ്റില്, അമ്മമാരുടെ വയറ്റില് ശൂലം